പൈലറ്റ് ക്ഷാമം കാരണം 1000-ലേറെ വിമാന സർവീസുകൾ റദ്ദാക്കുകയും യാത്രക്കാർ കടുത്ത പ്രതിസന്ധിയിലാവുകയും ചെയ്ത സംഭവത്തിൽ ഇൻഡിഗോ എയർലൈൻസിനെതിരെ കേന്ദ്ര സർക്കാർ കടുത്ത നടപടിക്കൊരുങ്ങുന്നു. ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സിനെ പുറത്താക്കുന്നത് കേന്ദ്രം പരിഗണിക്കുന്നുണ്ടെന്നും കമ്പനിക്ക് കനത്ത പിഴ ചുമത്താൻ സാധ്യതയുണ്ടെന്നും NDTV റിപ്പോർട്ട് ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇൻഡിഗോ. വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോ അധികൃതരെ വിളിച്ചു വരുത്തിയിരുന്നു. ഇൻഡിഗോയ്ക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. വെള്ളിയാഴ്ച 1000-ലേറെ സർവീസുകൾ റദ്ദാക്കിയപ്പോൾ ഇന്നും 1000-ൽ താഴെ സർവീസുകൾ റദ്ദാക്കേണ്ടി വരുമെന്ന് ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബേഴ്സ് അറിയിച്ചു. ഇന്ന് 850-ൽ താഴെ സർവീസുകളാണ് റദ്ദാക്കിയത്. വിമാനങ്ങൾ റദ്ദാക്കപ്പെട്ടതോടെ ടിക്കറ്റ് നിരക്കുകൾ കുതിച്ചുയർന്നിരുന്നു. ഇതോടെ ടിക്കറ്റ് നിരക്കുകൾക്ക് കേന്ദ്ര സർക്കാർ പരിധി ഏർപ്പെടുത്തി. ഇൻഡിഗോ ടിക്കറ്റ് റദ്ദാക്കലുകളുമായി ബന്ധപ്പെട്ട എല്ലാ റീഫണ്ടും ഞായറാഴ്ച രാത്രി 8 മണിക്ക് മുൻപായി യാത്രക്കാർക്ക് നൽകണമെന്ന് കേന്ദ്രം ഉത്തരവിട്ടിരുന്നു. റീഷെഡ്യൂളിംഗ് ചാർജുകൾ ഈടാക്കരുതെന്നും റീഫണ്ടിൽ കാലതാമസം വരുത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. നവംബർ 1-ന് പ്രാബല്യത്തിൽ വന്ന പുതിയ പൈലറ്റ് ഡ്യൂട്ടി ചട്ടത്തിലെ ചില വ്യവസ്ഥകളിൽ 2026 ഫെബ്രുവരി 10 വരെ ഇൻഡിഗോയ്ക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. അസാധാരണമായ യാത്രാ പ്രതിസന്ധി കണക്കിലെടുത്താണ് ഈ നടപടി. DGCA നൽകിയ ഇളവിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 10-നും 15-നും ഇടയിൽ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് സിഇഒ പീറ്റർ എൽബേഴ്സ് കൂട്ടിച്ചേർത്തു. എന്നാൽ നിലവിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമല്ല ഇത് എന്നാണ് ഇൻഡിഗോയുടെ വിശദീകരണം. ഇൻഡിഗോ സംഭവം അന്വേഷിക്കുന്നതിനായി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ 4-അംഗ ഉന്നതതല സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് നൽകണം. DGCA നൽകിയ ഇളവിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 10-നും 15-നും ഇടയിൽ സർവീസുകൾ പൂർവ്വസ്ഥിതിയിലെത്തുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനെ തുടർന്ന് ഇൻഡിഗോ അല്ല ഇനി മുതൽ ഇറ്റ് ഡിഡ്ന്റ് ഗോ എന്ന പേരിൽ കമ്പനിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക ട്രോളുകൾ ഉയർന്നിരുന്നു. അതേസമയം തന്നെ പൈലറ്റ് ക്ഷാമം കാരണം 1000-ലേറെ സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയിൽ വലിയ പുരോഗതി കൈവരിച്ചതായി ഇൻഡിഗോ എയർലൈൻസ്. തങ്ങളുടെ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുടെ 95% പുനഃസ്ഥാപിച്ചതായി കമ്പനി ശനിയാഴ്ച തന്നെ പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. പ്രതിസന്ധിക്ക് അയവ് വന്നതിന്റെ സൂചനകൾ കണ്ടു തുടങ്ങിയതായും ശനിയാഴ്ച മാത്രം 138 ലക്ഷ്യസ്ഥാനങ്ങളിൽ 135 എണ്ണത്തിലേക്കും സർവീസ് നടത്തിയെന്നും ഇൻഡിഗോ വ്യക്തമാക്കി. ശനിയാഴ്ച അവസാനത്തോടെ 1500-ലധികം വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള പാതയിലാണ് തങ്ങളെന്നും കമ്പനി അറിയിച്ചു. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ വെള്ളിയാഴ്ച ഏറ്റവും കനത്ത ആഘാതമേറ്റ ദിവസമായിരുന്നു. അന്ന് 113 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മാത്രമായി 700-ലധികം സർവീസുകളാണ് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്തത്. നെറ്റ്വർക്ക് സിസ്റ്റങ്ങൾ, റോസ്റ്ററുകൾ എന്നിവ റീബൂട്ട് ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. അതുവഴി ഇന്ന് കൂടുതൽ വിമാന സർവീസുകളോടെ മെച്ചപ്പെട്ട സ്ഥിരതയോടെ പുതിയ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. കാര്യങ്ങൾ മെച്ചപ്പെടുന്നതിന്റെ ആദ്യ സൂചനകൾ കാണുന്നുണ്ട്, ഇൻഡിഗോ വക്താവ് അറിയിച്ചു. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഉപഭോക്താക്കളുടെ വിശ്വാസം തിരികെ നേടാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഇൻഡിഗോ വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് പ്രസ്താവനയിൽ അറിയിച്ചു.